നമസ്കാരം. നവജീവൻ ഫുട്ബോൾ അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രൂപ്പ് ജിയെ പറ്റിയാണ്. ഗ്രൂപ്പ് ജിയിലുള്ളത് ബെൽജിയം, ഇറാൻ, ഈജിപ്റ്റ്, പിന്നെ ന്യൂസിലൻഡാണ്. അപ്പോൾ ഈ ടീമുകൾ എങ്ങനെയായിരിക്കും പെർഫോം ചെയ്യുക, ഈ ടീമുകളിലൊക്കെ ആരൊക്കെയാണ് ഉള്ളത്, മെയിൻ പ്ലേയേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. വീഡിയോയിലേക്ക് കിടക്കുന്നു. സ്വാഗതം. ഈ ഗ്രൂപ്പിൽ നമ്മൾ റാങ്കിങ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ബെൽജിയമാണ് ടോപ്പ് റാങ്കിലുള്ളത്, 9ാം റാങ്കിലാണുള്ളത്. പിന്നെ ഉള്ളത് 21ാം റാങ്കിലുള്ള ഇറാനാണ്. ഈജിപ്റ്റിന് 29ാം റാങ്കാണ് ഫിഫ വേൾഡ് റാങ്കിങ്ങിൽ. ന്യൂസിലൻഡ് ഈ ഫുട്ബോൾ വേൾഡ് കപ്പിൽ തന്നെ ഏറ്റവും റാങ്കിങ്ങിൽ പുറകിലുള്ള രാജ്യമാണ്, 85ാം റാങ്കിങ്ങാണുള്ളത്. അപ്പോൾ ബെൽജിയത്തിന് നിങ്ങൾക്കറിയാം നല്ല അടിപൊളി അറ്റാക്കിംഗ് ഗ്രൂപ്പാണുള്ളത്. ഡോക്കു ഉണ്ട്, കെൻ ഡി ബ്രൂയ്നെ ഉണ്ട്, ലുക്കാക്കു ഉണ്ട്, പിന്നെ സീലിമൻസ് ഉണ്ട്, ട്രൊസാർഡ് ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ മെയിൻ പ്ലെയേഴ്സ് ആണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കീപ്പേഴ്സ് ഉണ്ട്, 2 പേര്, ലാമൻസ്, പിന്നെ അതുപോലെ കോട്ടോയ ഉണ്ട്. പിന്നെ ഡിഫൻസിലാണെങ്കിലും മുയിനിയർ, കസ്റ്റാഞ്ച എന്ന് പറയുന്ന നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് നോക്കി കഴിഞ്ഞാൽ സെക്കൻഡ് റൗണ്ട്, അതായത് റൗണ്ട് ഓഫ് 32 മേലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു ടീമേ ഉള്ളൂ ഈ ഗ്രൂപ്പിൽ. പിന്നെ ന്യൂസിലൻഡ് അവർ എടുത്തു കഴിഞ്ഞാൽ, ന്യൂസിലൻഡ് നിങ്ങൾക്കറിയാം, ഞാൻ ഈ പറഞ്ഞതുപോലെ വളരെ താഴെയുള്ള ഒരു സ്ക്വാഡാണ്, വളരെ താഴെയുള്ള ഒരു ടീമാണ്. പക്ഷേ അവരുടെ സ്ക്വാഡിലുള്ള പ്ലെയേഴ്സ് എല്ലാം വളരെ യങ് ആണ്. 21 വയസ്സ്, 23 വയസ്സ്, 25 വയസ്സ്, അങ്ങനെ വളരെ യങ് ആയിട്ടുള്ളൊരു സ്ക്വാഡാണ്. അവരുടെ സ്ക്വാഡ് അനൗൺസ് ചെയ്തത് നല്ല രസകരമായിട്ടിരുന്നു. നല്ല നേച്ചറിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു വീഡിയോയിൽ അവരുടെ പ്ലെയേഴ്സിൻ്റെ നെയിം അനൗൺസ് ചെയ്തത് നല്ല രസമുള്ളൊരു വീഡിയോയിലായിരുന്നു. പിന്നെ അതുപോലെ ഈജിപ്തിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, മുഹമ്മദ് സലാ എന്ന് പറയുന്ന ഒരു പ്ലെയറിൻ്റെ ചിലപ്പോൾ ലാസ്റ്റ് വേൾഡ് കപ്പ് ആകാൻ സാധ്യതയുണ്ട്. ഇത് അവർ 4 തവണ മാത്രമാണ് വേൾഡ് കപ്പ് കളിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 1934 റൗണ്ട് ഓഫ് 16 വന്നിട്ടുണ്ട്. അതല്ലാതെ അവർ പ്രോഗ്രസ് ചെയ്തിട്ടില്ല ഇതുവരെ. കഴിഞ്ഞ വർഷം വേൾഡ് കപ്പ് കളിച്ചതുമില്ല. അപ്പോൾ ഈ വർഷം അവർ നല്ലൊരു പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കാനാണ് എനിക്കും ശ്രമിക്കുക. എന്തായാലും റൗണ്ട് ഓഫ് 32 പോകും, പക്ഷേ അവിടുന്ന് മുകളിലോട്ട് പോകുമോ ഇല്ല എന്നുള്ളത് നമുക്ക് പറയാനാവില്ല. മെയിൻ ഒരു പ്ലെയർ എന്ന് പറയാനായിട്ട് മുഹമ്മദ് സല, പിന്നെ ട്രൊസക്കെ ഉണ്ട്. മിക്ക പ്ലെയേഴ്സും അവരുടേത് അൽ അലി ക്ലബിലാണ് കളിക്കുന്നത്. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പ്ലെയർ, ഈ ഒരു യങ് പ്ലെയർ ഉണ്ട്, ബാഴ്സലോണ ബി ടീമിൽ കളിക്കുന്ന ഒരു ഹംസ അബ്ദുൽ കരീം എന്ന് പറഞ്ഞ 18 വയസ്സുള്ളൊരു പയ്യൻ ആ സ്ക്വാഡിൽ കയറിയിട്ടുണ്ട്. അവൻ നല്ലപോലെ കളിക്കാൻ ഒരു പ്രോമിസിങ് ആയിട്ടുള്ള പ്ലെയറായിട്ടാണ്. പിന്നെ ഇറാനെ പറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ, ഇറാൻ എന്താകും എന്നുള്ളത് അറിയത്തില്ല. അവർ ടീം ഇപ്പോൾ തന്നെ ക്ലിയറൻസിന് വേണ്ടിയൊക്കെ വെയിറ്റ് ചെയ്യുകയാണെന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. ഇമിഗ്രേഷൻ ക്ലിയറൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇറാൻ്റെ ടീമിനെ പറ്റി പറയുകയാണെങ്കിൽ ശക്തരായ ടീമാണ്. കഴിഞ്ഞ 2 ഏഷ്യൻ കപ്പിലും 3rd പൊസിഷനിൽ വന്ന ടീമാണ്. ഏറ്റവും കൂടുതൽ ഏഷ്യൻ കപ്പ് വിൻ ചെയ്ത ടീമുകളിൽ ഒന്നാണ്. പിന്നെ ഇറാൻ 7 തവണ വേൾഡ് കപ്പ് കളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 4 വേൾഡ് കപ്പുകളിൽ തുടർച്ചയായിട്ട് ക്വാളിഫൈ ചെയ്യുന്നൊരു ടീമാണ്. എല്ലാം ഫസ്റ്റ് റൗണ്ടിൽ പുറത്താവുന്നുണ്ട്, പക്ഷേ അതുപോലെ നല്ല ഒരു സ്ക്വാഡാണ്, ഒരു ഫൈറ്റ് ചെയ്യുന്ന സ്ക്വാഡാണ്. ഈ കോമ്പറ്റീഷനിൽ ഈ ഒരു ഗ്രൂപ്പിൽ ഉള്ള കളി എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബെൽജിയം പൊസിഷൻ വെച്ചിട്ട് അറ്റാക്ക് ചെയ്യാനാണ് സാധ്യതയുള്ളത്. അവർ എല്ലാ രീതിയിലും അറ്റാക്ക് ചെയ്യും. കാരണം ഒരു ചാമ്പ്യൻ ടീം എങ്ങനെ കളിക്കും അവർ അതുപോലെ കളിക്കും. പക്ഷേ ബാക്കിയുള്ള 3 ടീമുകളും കൗണ്ടർ അറ്റാക്കിങ്ങിൽ ശ്രദ്ധിച്ചായിരിക്കും കളിക്കാൻ സാധ്യത. പ്രത്യേകിച്ചും ന്യൂസിലൻഡ് ലോ ബ്ലോക്ക് ചെയ്തിട്ട് അവർ കൗണ്ടർ അറ്റാക്ക് ചെയ്യാനായിരിക്കും സാധ്യത. ക്രിസ് വുഡിനെ യൂസ് ചെയ്തിട്ട് അവർ സെറ്റ് പീസസിലും ടാർഗറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ ഈജിപ്തിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം, നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ഉണ്ട്. അവർ ഫൈറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. എങ്കിൽ പോലും അവർ പക്ഷേ ബെൽജിയത്തിന് തോൽപ്പിക്കാനുള്ള സാധ്യത കാണുന്നില്ല. പക്ഷേ സ്കോർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് റൗണ്ടിൽ ഫസ്റ്റ് മാച്ച് വരുന്നത് ബെൽജിയം ഈജിപ്റ്റ് മാച്ച് തന്നെയാണ്. അത് ഒരു 3-1 ജയിക്കാനുള്ള സാധ്യത, ഒരു ലേറ്റ് ഗോൾ അടിക്കാനുള്ള സാധ്യത കാണാം. അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. KDB പിള്ളേരും പുതിയ പിള്ളേരും എല്ലാം കൂടി ചേർത്തിട്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്റ്റാർട്ട് കൊടുക്കാനാണ് സാധ്യത. പിന്നെ ഇറാൻ ന്യൂസിലൻഡ് മത്സരം മിക്കവാറും 0-0 തീരാനാണ് സാധ്യതയുള്ളത്. ന്യൂസിലൻഡ് ഞാൻ ഈ പറഞ്ഞ പോലെ ലോ ബ്ലോക്ക് ആയിരിക്കും. അവർ എന്നിട്ട് ചിലപ്പോൾ കൗണ്ടർ അറ്റാക്കിലോ അല്ലെങ്കിൽ ഒരു കോർണറിലോ ക്രിസ്വുഡിനെയൊക്കെ ടാർഗറ്റ് ചെയ്തിട്ട് ഒരു ഗോൾ അടിക്കാനും സാധ്യതയുണ്ട്. പിന്നെ ബെൽജിയം ഇറാൻ മത്സരമാണെന്നുണ്ടെങ്കിൽ 2-0 ബെൽജിയം ജയിക്കും. ഇറാൻ്റെത് ഒരു ഫിസിക്കലി സ്ട്രോങ് ആയിട്ടുള്ളൊരു ടീമാണ്. അപ്പോൾ അത്
അവർ യൂസ് ചെയ്തിട്ട് ആദ്യത്തെ ഒരു ഹാഫ് ചിലപ്പോൾ 0-0 ആയിട്ട് രണ്ടാം ഹാഫിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഗോൾ വരിക. എങ്കിലും ഡോക്കുവും ലുക്കാക്കുവും ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു കോമ്പിനേഷനും ഡോക്കിൻ്റെ കുറച്ച് ഷോട്ട്സും റൺസും ഒക്കെ കാണാൻ നമുക്ക് പറ്റും ഈ മാച്ചിൽ. പിന്നെ മിക്കവാറും ഗോൾ വരുന്നത് ചിലപ്പം ബോക്സിന് പുറത്തുനിന്നൊക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട്, ലോങ് ഷൂട്ടിൽ നിന്നൊക്കെ ആയിരിക്കും സാധ്യത. കാരണം ടീം എലിമെൻറ്റ്സ് ഉണ്ട്, അവരൊക്കെ അതിനുള്ള കേപ്പബിൾ ആയിട്ടുള്ളൊരു ടീമാണ്. അപ്പം ഇവർ സ്ട്രോങ് ആയിട്ട് ഡിഫെൻഡിങ് ആയിട്ടുള്ള ടീമാണ് ഈ ഇറാൻ എന്ന് പറയുന്നത്. അപ്പോൾ അവർ ലോങ് ഷൂട്ട് വഴിയിട്ട് സ്കോർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 2-0 നമുക്ക് പ്രതീക്ഷിക്കാം. ന്യൂസിലൻഡ് ഈജിപ്റ്റ് മത്സരം എന്തായാലും ന്യൂസിലൻഡ് ഇതുപോലെ ലോ ബ്ലോക്ക് ചെയ്തിട്ട് ഡിഫെൻഡ് ചെയ്യാനായിരിക്കും സാധ്യത. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1-0 അല്ലെങ്കിൽ 2-0 ആകാനാണ് സാധ്യത. ബെൽജിയം ന്യൂസിലൻഡ് മത്സരം എന്തായാലും ബെൽജിയം ഓൾറെഡി ക്വാളിഫൈ ചെയ്തിട്ട് മൂന്നാമത്തെ മത്സരം കളിക്കുമ്പോൾ ഇത്രയും വീക്കായിട്ടൊരു ടീമിനെതിരെ അവർ അവരുടെ മെയിൻ പ്ലെയേഴ്സിനെയൊക്കെ ചിലപ്പോൾ റെസ്റ്റ് കൊടുത്തിട്ട് അവരുടെ പുതിയ പ്ലെയേഴ്സിനും അങ്ങനെ യങ് പ്ലെയേഴ്സിനൊക്കെ വേൾഡ് കപ്പിൽ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും ഒരു 2-0 3-0 ഒക്കെ അടിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈജിപ്റ്റ് ഇറാൻ മത്സരമാണെങ്കിൽ ഇതേപോലെ ഡിഫെൻഡിങ് ആൻഡ് കൗണ്ടർ അറ്റാക്കിംഗ് ആയിട്ടുള്ളൊരു മത്സരമായിരിക്കും. 2-1 അതിൽ ഈജിപ്റ്റ് ജയിക്കാനാണ് സാധ്യത. അപ്പോൾ ഇതായിരിക്കും അതിൻ്റെ ഒരു റിസൾട്ട്സ് എന്ന് പറയുന്നത്. അതിൽ പോയിന്റ്സ് ടേബിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8 ഗോൾ ഫിനിഷ് ചെയ്തിട്ട് ഒരു 7 ഗോൾ ഡിഫറൻസിൽ ബെൽജിയം അടുത്ത റൗണ്ടിലേക്ക് എല്ലാ പോയിന്റുമായിട്ട് എല്ലാ മത്സരവും ജയിച്ച് പോകാനാണ് സാധ്യത. ഈജിപ്റ്റാണെങ്കിൽ 6 പോയിന്റുമായിട്ട് 4 ഗോൾ അടിച്ചിട്ട് വിത്തൗട്ട് ഗോൾ ഡിഫറൻസ് പോകാനാണ് സാധ്യതയുള്ളത്. അല്ലെങ്കിൽ ചിലപ്പോൾ 1 ഗോൾ ഡിഫറൻസിലൊക്കെ ആയിരിക്കും പോവുക. പിന്നെ ഇറാൻ ആണെന്നുണ്ടെങ്കിലും ന്യൂസിലൻഡ് ആണെങ്കിലും വലിയ ഗോൾ ഡിഫറൻസ് ഒന്നും ഇല്ലാതെ ബെസ്റ്റ് തേർഡിൽ വരാതെ പുറത്തു പോകാനാണ് സാധ്യതയുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് അറിയിക്കുക. താങ്ക് യു സോ മച്ച്.